ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമനെ ആക്രമിക്കാൻ വന്ന് സാഗറിന്റെ പേര് പറഞ്ഞതിന് പിന്നിൽ സുമിത്രയും ബാലഗോപാലും തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഭാഗ്യശ്രീ. അക്കാര്യം ബലരാമനോടും പറയുന്നുണ്ട്. ഇതേ സമയത്താണ് ബലരാമനൊരു ഫോൺ കോൾ വരുന്നത്. സുമിത്രയാണ് വിളിക്കുന്നതെന്ന് ബലരാമൻ ഭാഗ്യശ്രീയോട് പറഞ്ഞപ്പോൾ കോൾ എടുക്കണ്ടെന്നും എന്തെങ്കിലും കുത്തിത്തിരിപ്പിന് വേണ്ടിയായിരിക്കും വിളിക്കുന്നതെന്നും ഭാഗ്യശ്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ബലരാമൻ പറയുന്നത് ഇങ്ങനെയാണ്: കോൾ എടുത്തേക്കാം, കോൾ അറ്റൻഡ് ചെയ്താൽ ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ല. ഇങ്ങനെ വിചാരിച്ചിട്ടാണ് കോൾ എടുക്കുന്നത്. സുമിത്ര വിഷമത്തോടെ പറയാം: മോനെ രാമ, നീയും ഭാഗ്യശ്രീയും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാമോ? ബാലു വീണ്ടും ആശുപത്രിയിലായി, നിങ്ങൾ വേഗം വാ. സഹായത്തിനായി ആരുമില്ല. ഇവിടെ സിറ്റി ഹോസ്പിറ്റലാ. അച്ഛൻ വീണ്ടും പഴയ പോലെ വീണു. ഇപ്പൊ അച്ഛൻ ICUല. നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. എനിക്ക് ആകെ പേടിയാകുന്നു. അതുകൊണ്ട് നിങ്ങളൊന്ന് വേഗം വരാൻ പറഞ്ഞ് സുമിത്ര കരയുകയാണ്. ബാലുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളോടുള്ള വിരോധമൊക്കെ നിങ്ങൾ തൽക്കാലത്തേക്ക് മറക്കണം. എന്നിട്ട് വരാൻ തന്നെ പറഞ്ഞ് കെഞ്ചുകയാണ് സുമിത്ര. തുടർന്ന് ബലരാമൻ ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്: അമ്മയുടെ സംസാരമൊക്കെ കേട്ടിട്ട് ഇത് സത്യമാണെന്നാണ് തോന്നുന്നതെന്ന്. എന്നാൽ ഭാഗ്യശ്രീക്ക് നന്നായിട്ടറിയാം ഇതും അമ്മയുടെ അഭിനയം തന്നെയാണെന്ന്. സത്യമാണെന്ന് തോന്നിക്കാൻ വേണ്ടി അഭിനയിക്കാൻ അവർ മിടുക്കിയാണല്ലോ. അങ്ങനെ സുമിത്ര പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭാഗ്യശ്രീ ബലരാമന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ICUവിൽ ബാലഗോപാൽ എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് അഡ്മിറ്റഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവരുണ്ടെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. അങ്ങനെ ബലരാമനും ഭാഗ്യശ്രീക്കും ബോധ്യമാവുകയാണ് സുമിത്ര പറഞ്ഞത് സത്യം തന്നെയാണെന്ന്. ബലരാമൻ അപ്പത്തേക്കും തിടുക്കപ്പെട്ട്: അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ വരെ പോകാം ഭാഗ്യശ്രീ. എന്നാൽ ഭാഗ്യശ്രീ ബലരാമനോട് വരട്ടെ എന്നാണ് പറയുന്നത്. മുൻപും ഇതുപോലെ അസുഖമൊക്കെ അഭിനയിച്ചതാ. പക്ഷേ ഭാഗ്യശ്രീയുടെ വാക്കുകൾ കേൾക്കാതെ ബലരാമൻ നമുക്ക് പോകാമെന്ന് തന്നെ പറഞ്ഞ് തിടുക്കം കൂട്ടുകയാണ്. മാത്രമല്ല, ഇന്ന് വന്ന ആക്രമിയെ അയച്ചത് അവരാണെന്ന് നമ്മൾ കരുതിയതും വെറുതെയാ. കാരണം അവർ ആശുപത്രിയിലാണല്ലോ. അങ്ങനെ ഉറപ്പാക്കുന്നുണ്ട് ബലരാമൻ. അതേസമയം ഭാഗ്യശ്രീ ബലരാമനോട്: അങ്ങനെയാണെങ്കിൽ പിന്നെ സംശയിക്കേണ്ട, നാളെ സാഗർ സാറിനോട് ഇതിനെപ്പറ്റി ചോദിക്കണം. എന്നാൽ ബലരാമൻ അത് വേണ്ടെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ചോദിക്കുന്നത് വലിയ തെറ്റായിരിക്കും. ഏതായാലും ഭാഗ്യശ്രീ പറയുന്നത് എങ്ങനെയാണ്: ഇവിടെ വന്ന ഒരാൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്, അത് ഉറപ്പാണെന്ന്. അതിനുശേഷം ആന്റിയമ്മ സുജാതയുടെ അടുത്ത് ചെന്ന് സുജാതയെ കുറ്റപ്പെടുത്തുകയാണ്. എത്ര പെട്ടെന്ന് സാഗറും കൃഷും ഒക്കെ ചേർന്ന് നിന്റെ മനസ്സ് മാറ്റിയെടുത്തത്. എന്നാൽ സുജാത തിരിച്ചു പറയുന്നുണ്ട്: എന്റെ മനസ്സ് മാറ്റി, അത് നേരാ. അത് പക്ഷെ പുറത്താരുമല്ല, ഞാനായിട്ട് തന്നെയാ മാറ്റിയത്. കാര്യങ്ങളൊക്കെ ഞാനിപ്പോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നീ ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും നീ വീണു പോയതാ എനിക്കറിയാമെന്നും പറയുന്ന ആന്റിയമ്മയോട് സുജാത മുഖം തിരിച്ചു നിൽക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ്: മാനസക്ക് നീ കൊടുത്ത വാക്ക് നീ എത്ര പെട്ടെന്നാണ് മറന്നുപോയത്. സുജാതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. മാനസ ആരാണെന്നും അവൾ എന്താണെന്നും ജയമോഹൻ തന്നെ പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് ആന്റിയമ്മയോട്. ജയമോഹനെ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിലോ എന്നുള്ള ആന്റിയമ്മയുടെ ചോദ്യത്തിന് ശരി, തെറ്റിദ്ധാരണയാണെങ്കിൽ എന്തുകൊണ്ട് മാനസയ്ക്ക് ഞങ്ങളുടെ ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞില്ല? അതിനും മാനസയെ ന്യായീകരിച്ചുകൊണ്ട് ആന്റിയമ്മ: അത് പിന്നെ എല്ലാവരും പരീക്ഷിക്കുന്ന പോലെ പെരുമാറിയപ്പോ അവൾക്ക് വരയ്ക്കണ്ടാന്ന് തോന്നിക്കാണും. അഭിമാനമെന്ന് പറയുന്നത് പാവം അവൾക്കും ഉണ്ടാവില്ലേ? എന്നാൽ മാനസയുടെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരുന്ന സുജാത: എന്റെ ആന്റിയമ്മേ, മാനസയെ നമുക്കറിയില്ലേ. ഇനി ആകാശം ഇഴിഞ്ഞു വീണു എന്ന് കേട്ടാലും അവൾക്ക് യാതൊരു പേടിയുണ്ടാവില്ല. എന്നിട്ട് ചുറ്റും 5 പേര് നിൽക്കുന്നത് കണ്ടപ്പോ അവൾ അന്താളിച്ചു വന്നു. ഒരിക്കലുമില്ല. അവൾക്ക് വരയ്ക്കാനൊന്നും അറിയില്ല. കൺമണിയുടെ 7 അയലത്തെത്താൻ അവൾക്ക് യോഗ്യതയില്ല. ഇത് കേട്ടിട്ട് ആന്റിയമ്മയ്ക്ക് സഹിക്കുന്നില്ല. സുജാതയോട് തുറന്നടിച്ച് ചോദിക്കുകയാണ്: നിനക്കെന്താ പെട്ടെന്ന് ഇത്ര ഒരു മനമാറ്റം വന്നത്? നോക്ക്, നമ്മളായിട്ടാണ് അവളുടെ വിവാഹ നിശ്ചയം നടത്തി കൊടുത്തത്. എന്നിട്ട് ഇത്രയും കാലം അവൾ കാത്തിരുന്നില്ലേ? അവസാനം നിസ്സാരമായിട്ട് അതങ്ങോട്ട് തട്ടിക്കളഞ്ഞില്ലേ? എന്നാൽ അങ്ങനെ തോന്നിയത് ദൈവാധീനം കൊണ്ടാണെന്നാണ് സുജാതയുടെ കണ്ടെത്തൽ. നേരത്തെ മാനസയെ കൊണ്ട് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിലേ പാവം എന്റെ കൃഷിന്റെ അവസ്ഥ എന്തായിരിക്കും? കണ്ണണി അവന്റെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെയും കൂടെ ഐശ്വര്യമാണ്. പാവം കുട്ടി, എന്തൊക്കെ അവൾ സഹിച്ചു. അതിനൊക്കെ ഒരു പരിധി വരെ നമ്മളും കാരണക്കാരാ. ആന്റിയമ്മ പിന്നെയും ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സുജാതയെ. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ 100 വട്ടം പിന്നെയും ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ സുജാത നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. കൺമണിയെ ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി 100 വട്ടം പോയിട്ട് 1 വട്ടം പോലും ചിന്തിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. അതുകൊണ്ടൊക്കെ തന്നെയാ അവൾക്ക് വേണ്ടി സ്വീകരണം ഒരുക്കുന്നതും. ഇത് കേൾക്കുന്ന ആന്റിയമ്മ: എന്നാ പിന്നെ അവളെ അങ്ങോട്ട് മഹാറാണിയായിട്ട് വാഴിച്ചുകൂടെ എന്ന് പരിഹാസത്തോടെ പറയുന്നത് കേട്ടിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല ചേച്ചിയമ്മേ, വാഴിക്കാതെ തന്നെ കൺമണി മഹാറാണി തന്നെയാ. പിന്നെ ചേച്ചിയമ്മേ, അവളെ വേദനിപ്പിച്ചതിനും അകറ്റി നിർത്തിയതിനും ഞാനും ചേച്ചിയമ്മയും ഒക്കെ ഒരേപോലെ ഉത്തരവാദികളാ. കഴിഞ്ഞതൊക്കെ മറന്നിട്ട് അവളെ നമുക്ക് അംഗീകരിക്കാൻ ചേച്ചിയമ്മേ, അതാ നല്ലത്. ഒരുമിച്ച് നിൽക്കാം, അതൊരു പ്രായശ്ചിത്തം കൂടെ ആകുമല്ലോ. എന്നാൽ ആന്റിയമ്മ പിന്നെയും മാനസയിലേക്കാണ് വരുന്നത്. പ്രായശ്ചിത്തം ചെയ്യേണ്ടതേ കൺമണിയോടല്ല, മാനസയോടാ. ഏതായാലും ശരി, ഞാനിവിടെ ഒറ്റപ്പെട്ടു. പക്ഷെ നമുക്ക് നോക്കാം അവസാനം ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന്. അവസാനം നന്മയെ ജയിക്കൂ.
നന്മ കൺമണിയുടെ ഭാഗത്ത് തന്നെയാണെന്ന് പറഞ്ഞ് ആന്റിയമ്മയുടെ വാക്കുകൾക്ക് പിന്നീട് ചെവി കൊടുക്കാതെ സുജാത അവിടെ നിന്ന് പോവുകയാണ്. സുജാത കൂടെ തനിക്കെതിരായതറിഞ്ഞ് ആന്റിയമ്മ പിന്നെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം കൺമണി വിഘ്നേശ്വരന്റെ നടയിൽ ചെന്നിട്ട്, വിഘ്നേശ്വര, ഇന്നലെ എനിക്ക് പരീക്ഷണങ്ങളുടെ ദിവസമായിരുന്നു. രാവിലെ നിന്നെ തൊഴുതിറങ്ങിയപ്പോൾ മുതൽ എന്റെ ജീവിതം മാറി മറിയുകയായിരുന്നു. ഒക്കെ നീ അറിഞ്ഞിട്ടുണ്ടാവും. ആദ്യം അപകടങ്ങളുടെ നടുവിലേക്ക് നീ എന്നെ തള്ളിയിട്ടു. പക്ഷെ അപ്പോഴും ഞാൻ അറിഞ്ഞില്ല നീ എനിക്ക് വലിയൊരു സമ്മാനം കരുതി വെച്ചിരിക്കുകയാണെന്ന്. ഞാൻ വരച്ച ഡിസൈൻ ക്ലയന്റ് അംഗീകരിച്ചു. അത് എനിക്കും കമ്പനിക്കും വലിയ നേട്ടമായി. ആ ഒരു അംഗീകാരം മനസ്സിൽ കണ്ടായിരിക്കണം അതിനു മുമ്പ് കുറച്ച് വേദനകൾ തന്നത്, അല്ലേ? എന്റെ മനസ്സിന്റെ ശക്തി അളക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനവും വിജയവും നേടിത്തരാൻ. ഇനി ഒരു കാര്യം കൂടെ, കൃഷാർ ഇന്നലെ ഒരു സസ്പെൻസിന്റെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചപ്പോ പറയുകയാ, ഭഗവാനോട് ചോദിച്ചാ ഭഗവാൻ പറയുമെന്ന്. എന്താ ഭഗവാനെ ആ സസ്പെൻസ്? കൺമണി വിഘ്നേശ്വരനോട് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഉണ്ണിത്തിരുമേനി അങ്ങോട്ട് വരികയാണ്. ആദ്യം തന്നെ കൺമണിയുടെ തലയിലെ മുറിവിനെ പറ്റിയൊക്കെ ചോദിക്കുകയാണ്. ഇനി ആ വരുൺ പണിപറ്റിച്ചതാണോ? കൺമണിക്ക് അത് കേട്ടിട്ട് ആശ്ചര്യമാകുന്നു. തിരുമേനിക്ക് എങ്ങനെ അത് മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഉണ്ണിത്തിരുമേനി കൺമണിക്ക് മറുപടി കൊടുക്കും, അത് മനസ്സിലാക്കാൻ എന്താ ഇത്ര പാട്? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. ചേച്ചിക്കൊരാപത്ത് വന്നെങ്കിൽ അത് വരുൺ ചേട്ടനെ ഉണ്ടാക്കൂ. പക്ഷെ അയാൾക്ക് നല്ലത് കിട്ടിക്കാണുമല്ലേ എന്ന് പറയുന്നതും, അതെ, ആ കരീം സാഹിബ് നല്ലത് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ണിത്തിരുമേനി വീണ്ടും കൺമണിക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, വരുണിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ആക്രമണം പ്രതീക്ഷിക്കാമെന്ന്. അത് കേൾക്കുമ്പോൾ കൺമണിക്ക് ടെൻഷനാവും. എന്നാൽ അതേസമയം ഉണ്ണിത്തിരുമേനി കൺമണിയോട് പേടിക്കേണ്ടതും പറയും. കാരണം കൃഷ് സാറ് കൂടെ ഉണ്ടല്ലോ. 1000 വരുൺമാർക്ക് ഒരു കൃഷ് സാറ് മതിയല്ലോ. അത് കേൾക്കുന്നത് കൺമണിയുടെ മുഖം വിടരുകയാണ്. അപ്പൊ ഉണ്ണിത്തിരുമേനി കളിയാക്കുന്നുണ്ട് കൺമണിയെ. കൃഷ് സാറെന്ന് കേട്ടപ്പോഴത്തേക്കും കൺമണി ചേച്ചിയുടെ മുഖത്ത് നാണമൊക്കെ വന്നല്ലോ. തുടർന്ന് കൺമണി അറിയിക്കുന്നുണ്ട് ഉണ്ണിത്തിരുമേനിയെ, തിരുമേനി പറയുന്നതെല്ലാം എന്റെ ജീവിതത്തിൽ സത്യമായിട്ട് വരികയാണെന്നും. ഇപ്പൊ തന്നെ മുൻപ് തിരുമേനി സൂചിപ്പിച്ചില്ലായിരുന്നു ക്ലയന്റിന്റെ മുമ്പിൽ ഞാൻ നേരിട്ട് ഡിസൈൻ വരയ്ക്കുന്നതിനെ കുറിച്ച്? അതുപോലെ തന്നെ സംഭവിച്ചു. ക്ലയന്റിന്റെ മുന്നിൽ വെച്ചാണ് ഞാൻ വരച്ചത്. അത് കേൾക്കുന്നത് ഉണ്ണിത്തിരുമേനി കൺമണിയോട് പറയുന്നുണ്ട്, അപ്പൊ പിന്നെ ഡിസൈൻ അവർക്ക് ഇഷ്ടമായി കാണുമല്ലേ? വൻ തുക തന്നെ ഓഫർ ചെയ്ത് കാണും. എല്ലാം മുൻപേ അറിഞ്ഞിട്ടുള്ള പോലെ ഉണ്ണിത്തിരുമേനി സംസാരിക്കുന്നത് കേട്ടിട്ട് കൺമണിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇനിയിപ്പോ കൃഷ് സാർ എങ്ങാനും പറഞ്ഞാണോ ചോദിക്കുകയാണ്. അല്ല, ഉണ്ണിത്തിരുമേനി പറയും, ഇല്ലില്ല, ഞാനൊരു സാറിനെയും കണ്ടില്ല. ഇതെല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞതാ. കൺമണി ചേച്ചി വരച്ച പ്രൈസ് കിട്ടുമെന്ന് ആർക്കാ അറിയാത്തത്? ഉണ്ണിത്തിരുമേനി കൃഷിനെയും തിരക്കുന്നുണ്ട്. സാറിന്റെ വീട്ടിലാണെന്നും സാറെന്തോ ഒരു സസ്പെൻസിന്റെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോ ഭഗവാനോട് ചോദിച്ചോളാനാണ് പറഞ്ഞത്. അതും കൂടെ ഭഗവാനോട് ചോദിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ വന്നത്. ഇത് കേട്ടതും ഉണ്ണിത്തിരുമേനിയും അതുപോലെ തന്നെ പറയുകയാണ്, സസ്പെൻസ് എന്താണെന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തരുമെന്ന്. അങ്ങനെയും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പോവുകയാണ് ഉണ്ണിത്തിരുമേനി. കൺമണി പിന്നെയും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഒന്ന് പറ ഭഗവാനെ, എന്താ കൃഷ് സാറ് പറഞ്ഞ ആ സസ്പെൻസ്? അപ്പോഴേക്കും കൃഷ് എത്തി കൺമണിയുടെ മുന്നിൽ. കൺമണി കൃഷിനെ അപ്പോഴും കണ്ടില്ല. കൃഷ് ആകട്ടെ പിന്നിൽ നിന്ന് വന്ന് കൺമണിയുടെ കണ്ണ് പൊത്തി ഓരോ കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട്. അതേസമയം കൺമണി കൃഷിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, സാർ പ്ലീസ്, ഇത് അമ്പലമാണ്. എന്നാൽ കൃഷി കൈ പൊത്തിപ്പിടിച്ചത് വിടാതെ തന്നെ ആ സസ്പെൻസ് എന്താണെന്ന് കൺമണിക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ്. അറിയണമെന്ന് ഉത്സാഹം കാണിക്കുന്നുണ്ട് കൺമണിയും. അത് ഞാൻ കാണിച്ചു തരാം, എന്താണെന്ന് കണ്ടോളാൻ പറഞ്ഞ് കൃഷി കൈ മാറ്റുകയാണ്. കൺമണി നോക്കുന്നതും അതാ സുജാത മുന്നിൽ വന്ന് നിൽക്കുന്നു. കൺമണിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അത്ഭുതത്തോടെ മിഴിച്ചു നിൽക്കുകയാണ് സുജാതയെ തന്നെ നോക്കി. സുജാതയാണെങ്കിൽ സ്നേഹപൂർവ്വം മോളേന്ന് വിളിക്കുകയാണ് കൺമണിയെ. കൺമണിയുടെ അങ്ങോട്ട് ചെല്ലാൻ തന്നെ കൃഷ്ണൻ പറയും. കൺമണി അങ്ങനെ സുജാതയുടെ അടുത്ത് ചെല്ലുന്നതും ഇതുവരെ കാണിക്കാതിരുന്ന സ്നേഹമാണ് സുജാത കൺമണിക്ക് നൽകുന്നത്. കൺമണിയെ ചേർത്ത് പിടിച്ച് കവിളത്തുമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൺമണിയോട് പറയും, മോൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ മോളോട് ചെയ്തതിനൊക്കെ മോൾ എനിക്ക് മാപ്പ് തരണം. കൺമണിക്ക് അത് കേട്ട് സങ്കടമാവുകയാണ്. മാഡം എന്ന് വിളിക്കുകയാണ്. അപ്പോൾ സുജാത പറഞ്ഞു കൊടുക്കും, മാഡം അല്ല, അമ്മ. ഇനി മുതൽ നീ എന്നെ അമ്മ എന്ന് വിളിച്ചാൽ മതി. ഞാൻ മോളെ ഒരുപാട് വേദനിപ്പിച്ചു, ആക്ഷേപിച്ചു, ആട്ടി അകറ്റി നിർത്തുകയും ചെയ്തു. എല്ലാത്തിനും ഭഗവാന്റെ മുന്നിൽ വെച്ച് ഞാൻ ക്ഷമ ചോദിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കൺമണി സുജാതയോട്, അമ്മ എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചുകൂടാ പ്ലീസ്. ഞാൻ മോളാണെന്നല്ലേ പറഞ്ഞത്? മോളുടെ അമ്മ മാപ്പ് പറയോ? എന്നാൽ സുജാത അപ്പോഴും കുറ്റബോധത്തിൽ തന്നെയാണ്. ഞാൻ മോളുടെ വീട്ടിൽ വന്നപ്പോൾ മോളെ ഓരോന്നൊക്കെ പറഞ്ഞ് മോളുടെ മനസ്സിനെ അല്ലാതെ തകർത്തു കളഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നതെന്നൊക്കെ അന്ന് പറഞ്ഞു. പക്ഷെ മോളെ, വിഘ്നേശ്വരനെ സാക്ഷിയാക്കി ഞാൻ പറയുക, നീയല്ലാതെ എന്റെ കൃഷ്ണമോന് മറ്റൊരു പെണ്ണില്ല. എനിക്ക് മരുമകളായിട്ട് കൺമണിയല്ലാതെ മറ്റാരെയും വേണ്ട. ഇനി എന്റെ ഇടവും വലവും നിങ്ങളാണെന്ന് പറഞ്ഞ് കൃഷ്ണനെയും കൺമണിയും ചേർത്ത് പിടിക്കുകയാണ് സുജാത സ്നേഹപൂർവ്വം. കൺമണിക്കും കൃഷ്ണനും ഒത്തിരി സന്തോഷം. നന്ദിപൂർവ്വം കൺമണി വിഘ്നേശ്വരനെയും നോക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് അമ്മായിമാര് ശ്രീനിയോട് പറയുകയാണ്, വയ്യാതിരിക്കുന്ന കൺമണി അമ്പലത്തിലേക്ക് പറഞ്ഞു വിടണ്ടായിരുന്നു എന്ന്. ഇപ്പോഴാണ് ഗോകുൽ അത് അറിയിക്കുന്നത്. ഇന്ന് പോയിട്ട് അപ്പയ്ക്കൊരു കാര്യം ഉണ്ടായിരുന്നു. കൃഷ് സാർ അപ്പയോടെ എന്തോ സസ്പെൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ അത് എന്താണെന്നൊട്ട് വ്യക്തമാക്കിയതുമില്ല. ഭഗവാനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമെന്നൊക്കെയാ പറഞ്ഞത്. അങ്ങനെ സസ്പെൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടെയാ അപ്പ ഇന്ന് ഭഗവാനെ കാണാൻ പോയിരിക്കുന്നത്.
ഇതൊക്കെ കേട്ട് ചിരിക്കുന്നുണ്ട് ശ്രീനിയും അമ്മായിമാരും. ഇതേ സമയത്ത് തന്നെയാണ് കൃഷും കൺമണിയും സുജാതയും ഒരുമിച്ച് ശ്രീനയുടെ വീട്ടിലേക്ക് വരുന്നത്. സുജാതയും കൂടെ വന്നിരിക്കുന്ന കാണുമ്പോൾ അമ്മായിമാരും ശ്രീനിയും ഗോകുലൊക്കെ ഇങ്ങനെ പകച്ചു നോക്കുന്നുണ്ട് സുജാതയെ തന്നെ. സുജാത അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കൺമണിയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് വീട്ടിലൊരാൾ വരുമ്പോൾ അകത്തേക്ക് വിളിക്കുന്നതല്ലേ മര്യാദ എന്നൊക്കെ ചോദിക്കുകയാണ്. ശ്രീനി അത് സമ്മതിച്ചുകൊണ്ട് അതെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ സത്യം പറഞ്ഞ് ഒന്നും മനസ്സിലാവാതെ ആകെ അന്താളിപ്പിൽ നിൽക്കുക. ശ്രീനിയുടെ വാക്കുകൾ കേട്ട് സുജാത ചോദിക്കുകയാണ്, അതെന്തുകൊണ്ടാ കൺമണിയെ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടാണോ? ഇനി അങ്ങോട്ടും ഇങ്ങനെയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിക്കുന്നവരായിരിക്കും ഞങ്ങൾ. ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ശ്രീനിക്കും അമ്മായിമാർക്കും ഒക്കെ ഇത് കേൾക്കുമ്പോൾ. ഇങ്ങോട്ട് വരാനിടയായ സാഹചര്യമൊക്കെ കൃഷി വിവരിക്കുന്നുണ്ട്. ഞാനും അമ്മയും അമ്പലത്തിൽ കൺമണിയെ കണ്ടു. അമ്മയ്ക്ക് എല്ലാവരെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തൊക്കെയോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ സുജാത എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ, അമ്മായിമാരോടും ശ്രീനിയോടും ഒക്കെ. ഞാൻ മുമ്പ് ചില ഇഷ്ടക്കേടുകളൊക്കെ കാണിച്ചു, അതൊക്കെ നിങ്ങൾ മറക്കണം. ഇപ്പം എനിക്ക് ഒരേ ഒരു ഇഷ്ടമേ ഉള്ളൂ. ആ ഇഷ്ടമാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് കൺമണി. ശ്രീനിയൊക്കെ ഇത് കേട്ടിട്ട് എന്ത് പറയണമെന്നറിയാതെ സന്തോഷം കൊണ്ട് കരഞ്ഞു പോവുകയാണ്. തുടർന്ന് സുജാത രണ്ടാമത്തെ കാര്യം പറയാൻ പോവുകയാണ്. നമുക്കത് അകത്തിരുന്ന് സംസാരിച്ചാൽ പോലെയെന്ന് ചോദിക്കുമ്പോൾ സുജാതയെ സ്നേഹപൂർവ്വം എല്ലാവരും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിനിടയിൽ സ്കൂളിൽ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്ന ഗോകുലിനെ താൻ തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന കൃഷി ഏൽക്കുന്നുണ്ട്. അതിനുശേഷം ആന്റിയമ്മ സാഗറിന് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് സുജാത എവിടെയെന്ന് തിരക്കുകയാണ്. സുജാതയും കൃഷിയും കൂടെ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് സാഗർ പറഞ്ഞപ്പോൾ അമ്പലത്തിലേക്കാണോ അതോ കൺമണിയെ കാണാൻ പോയതാണോ? ഇത് കേട്ട് സാഗർ ചേച്ചിയമ്മയ്ക്ക് അത് അറിയാമെങ്കിൽ പിന്നെ എന്നോട് എന്തിനാണ് ചോദിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പം ആന്റിയമ്മ പറയും, എന്നാലും നീയും സുജുവും ഈ ഒരു വിവരക്കേടിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നാൽ സാഗറിന് ദേഷ്യം വരുന്നുണ്ട്. ഞങ്ങൾ എന്ത് വിവരക്കേട് കാണിച്ചോന്നാ ചേച്ചിയമ്മ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ സാഗർ കുടുംബത്തിന് ചേരാൻ പറ്റിയ കുടുംബമാണല്ലോ ആ ശ്രീനിവാസന്റെ കുടുംബമെന്നും അവിടുത്തെ പെണ്ണിനെ കെട്ടാൻ പറ്റിയ അതൊരു ഭൂലോക നേട്ടം തന്നെയാ ഇങ്ങനെയൊക്കെ പരിഹസിക്കുകയാണ്. അതേസമയം സാഗർ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. കൺമണിയെ കിട്ടുക എന്ന് പറയുന്നത് ഒരു നേട്ടം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവളുടെ വീട് എവിടെയാണെന്നോ അച്ഛൻ ആരാണെന്നോ തറവാട്ടിൽ എത്ര ആനയുണ്ടോ എന്നൊന്നും അല്ല നോക്കേണ്ടത്, അവൾ എങ്ങനെയാണെന്ന്. കൃഷ്ണനെയും കൺമണിയും തട്ടിച്ചു നോക്കുകയാണെങ്കിൽ കൺമണി തന്നെയാണ് മുകളിൽ. ആന്റിയമ്മയാണെങ്കിൽ പുച്ഛത്തില് നാളെയും ഇത് തന്നെ പറയണമെന്ന് പറയുമ്പോൾ നാളത്തെ കാര്യം നാളെ, അതിനെപ്പറ്റി ഇപ്പം ആലോചിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ ആന്റിയമ്മയ്ക്ക് മറുപടി കൊടുക്കുകയാണ് സാഗർ. അപ്പോഴാണ് സാഗറിന് ഒരു ഫോൺ കോൾ വരുന്നത്. ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ആരോ വിളിച്ചിട്ട് സാഗറിനെ അറിയിക്കുകയാണ് സാഗറിന്റെ നമ്പറിലേക്ക് ഒരു വോയിസും കുറച്ച് ഫോട്ടോസും അയച്ചിട്ടുണ്ടെന്നും അതൊന്ന് കണ്ടു നോക്കാനും അയാൾ അറിയിച്ചതിനെ തുടർന്ന് സാഗർ ഉടൻ തന്നെ അത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ വോയിസും ഫോട്ടോസും അയക്കുന്നത്. നിങ്ങളുടെ മകനാണെന്ന് കരുതി നിങ്ങൾ സ്നേഹിക്കുന്ന ബലരാമനെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. അയാൾ നിങ്ങൾ കരുതുന്ന ആളല്ല. ഏത് നിമിഷവും അയാൾ നിങ്ങളെ ചതിക്കും. അയാളെ മകനാക്കി വച്ചാൽ പെടാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം ഇന്റർനാഷണൽ ഡാർക്ക് മാഫിയയിലെ കണ്ണിയാണ് ബലരാമൻ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. തെളിവിനെ കുറച്ച് ഫോട്ടോസ് കൂടെ അയക്കാം. വിശ്വസിക്കണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. സാഗർ ഉടനെ ഫോട്ടോസും എടുത്ത് നോക്കുന്നുണ്ട്. അതിലും ദുരൂഹത തന്നെയാണ്. എന്തായാലും ആകെ തകർന്നു പോകുന്നുണ്ട് സാഗർ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ. ബലരാമൻ മാഫിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന രീതിയിലാണെന്ന് തോന്നിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് അയച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ എല്ലാം അതിലുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേക്കും കേട്ടതെല്ലാം സത്യമാണെന്ന് തന്നെ തോന്നുകയാണ് സാഗറിന്. സാഗറിനെ കൂടാതെ ആന്റിയമ്മയും ഇതൊക്കെ കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. നമ്മൾ വീണ്ടും ചതിയിൽ വീണു പോയോന്നും ചോദിക്കുകയാണ്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചിയമ്മേ, എന്തായാലും ഒരു അന്വേഷണം നടത്താം. ഈ വോയിസ് മെസ്സേജിന്റെയും ഫോട്ടോസിന്റെയും കാര്യം ഞാനും ചേച്ചിയമ്മേ അല്ലാതെ മറ്റാരും അറിയണ്ട. കാര്യങ്ങളൊക്കെ വ്യക്തമായതിനു ശേഷം മറ്റുള്ളവരോട് പറയാം. സാഗറിന്റെ ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ട് ആന്റിയമ്മയും. അത് മതി, ഇല്ലെങ്കിൽ പിന്നെ സുജു ഒക്കെ ആകെ പേടിക്കുമെന്നും പറയുകയാണ്.